ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അച്ഛൻ എന്തിനാ ദേവിക ചേച്ചിയെ കുറിച്ച് ഇങ്ങനെ അനാവശ്യമായ വൃത്തിയോടുകൾ പറയുന്നത്? ഗോപിക പറയുന്നത് ശരി. ഗോപിക ചോദിക്കുന്നതിന് അച്ഛൻ മറുപടി പറയണം. ആരാ അച്ഛൻ ഈ ഫോട്ടോ അയച്ചു തന്നത്? മുത്തശ്ശി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സകല ദൈവങ്ങളെയും പിടിച്ച് സത്യം ചെയ്ത് ഞാൻ പറയാം, എനിക്ക് ഭദ്രനുമായിട്ട് അത്തരത്തിലൊരു ബന്ധം ഇല്ല. ഇത് പറയാൻ പോലും എനിക്ക് അറപ്പാവുന്നു. മോളെ മുത്തശ്ശി, നല്ലോണം ആലോചിച്ച് വേണം ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കേണ്ടത്. ഗോപികെ, കുറച്ചു നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. മുത്തശ്ശിയോട് തർക്കുത്തരം പറയുന്നോ? അതിനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? എല്ലാരും ഒന്ന് നിർത്തുവോ? എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാരും കേൾക്കണം. കേട്ടേ മതിയാവൂ. നിങ്ങൾ എന്തുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കാത്തത്? ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം പ്ലാൻഡ് ആണെന്ന് നിങ്ങൾ എന്താ തിരിച്ചറിയാത്തത്? ഓഫീസിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ ഒരു പെൻഡ്രൈവ് പെട്ടെന്ന് കാണാതായി. അതേക്കുറിച്ച് അന്വേഷിക്കാനായി CCTV ഫുട്ടേജ് തെരഞ്ഞപ്പോ അതും മാഞ്ഞുപോയി. ഞാനും കുട്ടനും പാർക്കിൽ ഉണ്ടായിരുന്നപ്പോ ഭദ്രൻ എങ്ങനെ കൃത്യമായിട്ട് അവിടെ എത്തി? ആരാ ഈ ഫോട്ടോ എടുത്തത്? ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. സത്യം തിരിച്ചറിയാൻ ശ്രമിക്കണം. എല്ലാം കൂട്ടി വായിക്കുമ്പോ ഒരു കാര്യം വളരെ വ്യക്തമാ. അപകടം പുറത്തുനിന്ന് വന്നതല്ല, ഈ വീടിനകത്ത് തന്നെ അപകടം പതിയിരിപ്പുണ്ട്. എന്റെ കുട്ടന്റെ ജീവൻ അപകടത്തിലായിരിക്കുന്നത് അതെനിക്ക് മനസ്സിലായിന്ന് ശത്രുക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഞാനിവിടെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലക്ഷ്യം സാധിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്ക് എന്നെ ഇവിടെ നിന്ന് ഓടിക്കണം. അതിനു വേണ്ടി നടത്തുന്ന നാടകമായത്. ദേവി എന്തൊക്കെയാ പറയുന്നേ? പ്രശ്നവുമായി ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെയൊക്കെ മനഃപൂർവ്വം കൺഫ്യൂസ് ആക്കാൻ നോക്കുക ദേവിക. യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച് ദേവിക്ക് വിഷയമായിരുന്ന എന്തിനാ? ഞങ്ങളുടെ കയ്യിലുള്ളത് ദേവിക്കെതിരെയുള്ള തെളിവുകളാ. അതിനെക്കുറിച്ച് ദേവിക്ക് എന്താ പറയാനുള്ളത്? ശരി, തെളിവുകളെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. അങ്കിൾ, ഈ ഫോട്ടോ എവിടുന്നാ കിട്ടിയത്? ആരാ അങ്കിൾ നീ ഫോട്ടോ അയച്ചു തന്നത്? ഈ ഫോട്ടോ എടുത്തതാരാ? ഇതുകൊണ്ട് അവർക്ക് എന്താ ലാഭം? ഇതിന്റെ പുറകിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയണം. കയ്യിലുള്ള തെളിവുകൾ കൊണ്ട് അങ്കിളിന് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുമോ? ആരാ അങ്കിൾ നീ ഫോട്ടോ അയച്ചു തന്നെന്ന് പറ അങ്കിളെ, പറ. അച്ഛാ, അച്ഛൻ എന്തിനാ ദേവിക ചേച്ചിയെ കുറിച്ച് ഇങ്ങനെ അനാവശ്യമായ വൃത്തിയോടുകൾ പറയുന്നത്? ഗോപിക പറയുന്നത് ശരി. ഗോപിക ചോദിക്കുന്നതിന് അച്ഛൻ മറുപടി പറയണം. ആരാ അച്ഛൻ ഈ ഫോട്ടോ അയച്ചു തന്നത്? അയച്ച ആളുടെ പേര് ഈ ഫോണിൽ കാണുമല്ലോ. അച്ഛനത് കാണിക്കേ. അത് ശരി, നിങ്ങൾ കാണിക്കണ്ട, ഞാൻ നോക്കിക്കോളാം.
ഈ ഫോണിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്ത ഏതൊരു അൺനോൺ നമ്പറിൽ നിന്നോ ഫോട്ടോ അയച്ചിരിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യാത്തത് കൊണ്ട് ഫോട്ടോസ് എല്ലാം മാഞ്ഞു പോയിരിക്കാം. മാഞ്ഞു പോയോ? ആ, മാഞ്ഞുപോയി. ഇതേതോ നെറുകെട്ടവന്മാരുടെ പ്രവൃത്തിയാ. ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന അനാവശ്യമായ ഫോട്ടോകൾ എടുത്ത് അയക്കുന്ന ധാരാളം ഫ്രോഡുകള് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതുപോലെ ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തത്. ഇതിലൊരു കഥയും കഴമ്പുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ദേവികയെ സംശയിക്കരുത്. ചേച്ചിയെ വഴക്ക് പറയരുത്. അഭിഷേകേ, മുത്തശ്ശിക്ക് എന്നെ വിശ്വാസമില്ലേ? എങ്കിൽ ഞാൻ പറയുന്നതും മുത്തശ്ശി വിശ്വസിക്കണം. വിശ്വസിച്ചേ മതിയാവൂ. എല്ലാവരും ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഏതായാലും ഈ വിഷയം വെറുതെ വിടാൻ പാടില്ല. ഇതിന്റെ പിന്നിൽ ആരായാലും അവരെ കണ്ടെത്തണം. സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കണം. ആരും വരണ്ട, ഞാൻ തന്നെ നേരിട്ട് പോയി പരാതി കൊടുത്തോളാം. ചേച്ചി, അച്ഛൻ കാണിച്ച അവിവേകത്തിന്, അച്ഛൻ കാരണം ചേച്ചിക്കുണ്ടായ പ്രയാസത്തിന്, എല്ലാത്തിനും ഞാൻ ചേച്ചിയോട് മാപ്പ് ചോദിക്കുക. മാപ്പ്. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയി. ചേച്ചി ഇത് മറക്കണം, പ്ലീസ്. അഭിഷേക് പറഞ്ഞതുപോലെ ഇവിടെ നടന്നെല്ലാം മോള് മറന്നുകളയെ. അഭിഷേക് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോ സത്യാവസ്ഥ എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണുമല്ലോ. മോള് തെറ്റൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഇല്ലാത്തത് പറഞ്ഞ് എനിക്ക് പൊള്ളു അമ്മേ. സാരല്ല, ഞാനിതൊക്കെ മറക്കാം. നന്ദിയുണ്ട് അബി. ഞാനൊരു അപരാധവും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് വേണ്ടി നീ എല്ലാരെയും ബോധ്യപ്പെടുത്തിയല്ലോ. അതിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയുടെ ആവശ്യമില്ലേ ചേച്ചി, ഇതെന്റെ കടമയാണ്. എന്റെ ചേട്ടന്റെ ഭാര്യ എന്ന് വെച്ചാ എനിക്കെന്റെ അമ്മയ്ക്ക് തുല്യമാണ്. അമ്മ അനാവശ്യമായിട്ട് പഴി പറഞ്ഞാ ഞാനത് കേട്ടു നിൽക്കോ? അതുപോലെ തന്നെയാ ചേച്ചിയുടെ കാര്യത്തിലും എന്റെ സമീപനം. ചേച്ചി അകാരണമായി മോശക്കാരിയാക്കിയാൽ ഞാൻ പ്രതികരിക്കും. അത് ഇന്നു മാത്രമല്ല, എപ്പോഴും.